വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേദശാസ്താവിൻ്റെയും ദേവലോകാധിപതി ദേവേന്ദ്രൻ്റെയും വേദസംവാദത്തെക്കുറിച്ചുമാണ്. അതിതേജസ്വിയും വേദവേദാംഗപാരംഗതനും ബ്രഹ്മചാരിയുമായ ശാസ്താവ് വേദം പരീക്ഷിച്ച് സർവജ്ഞപീഠമേറാനായി സ്വർഗാധിപതി ദേവരാജൻ ഇന്ദ്രനെ സമീപിക്കുന്നു. ശാസ്താവ് പറഞ്ഞു, തൻ്റെ വരവിൻ്റെ ഉദ്ദേശം വേദം പരീക്ഷിച്ച് വിജയിച്ച് സർവജ്ഞപീഠമേറാനായിട്ടാണ് താൻ വന്നിരിക്കുന്നത്. നിസ്സാരനായ ഒരു ബാലൻ തന്നെ വേദപരീക്ഷയ്ക്ക് വെല്ലുവിളിച്ചപ്പോൾ ദേവരാജൻ അഹങ്കാരത്തോടെ പ്രഖ്യാപിച്ചു, വേദപരീക്ഷയിൽ താൻ തോൽക്കുകയാണെങ്കിൽ സ്വർഗം തന്നെ നൽകാമെന്ന്. എന്നാൽ ശാസ്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ പണയം വയ്ക്കാൻ തക്കതായി ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഉള്ളം കയ്യിൽ തുപ്പി സ്വരയും മാംസവുമെന്ന് കൽപ്പിച്ച് ഭുജിച്ച് ഭ്രഷ്ടനായി പോയിക്കൊള്ളാമെന്ന് ബ്രഹ്മചാരിയും പണയം വയ്ക്കുന്നു. ദേവരാജൻ ആഗ്രഹിച്ച പ്രകാരം 41 ദിവസം വേദപരീക്ഷയ്ക്ക് സമയം കുറിക്കുന്നു. മത്സരത്തിന് വന്നത് ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വർഗം തന്നെ പണയം വെച്ച ദേവരാജൻ ഇന്ദ്രന് പരാജയഭീതിയുണ്ടാകുന്നു. രക്ഷയ്ക്കായി ഗണപതിയെയും സരസ്വതിയെയും സമീപിച്ച് സഹായമഭ്യർത്ഥന നടത്തിയ ദേവേന്ദ്രനോട് ഗണപതി പറഞ്ഞു, ബ്രഹ്മചാരിയുടെ മുന്നിൽ നിന്നൊഴിഞ്ഞ നേരമില്ലെന്നും അതിനാൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ലെന്നും തീർത്തു പറഞ്ഞു. സരസ്വതിയാകട്ടെ ബ്രഹ്മചാരിയുടെ നാവിന്മേലാണ് തൻ്റെ വാസമെന്നും പറഞ്ഞ് ദേവേന്ദ്രനെ കൈയൊഴിഞ്ഞു. ഇനി എന്തു ചെയ്യുമെന്നാലോചിച്ച് വിഷമിച്ച ദേവേന്ദ്രൻ ഗത്യന്തരമില്ലാതെ ജ്യേഷ്ഠാഭഗവതിയെ സമീപിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നു. ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഇടയുമ്മറപ്പടിയിൽ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്ലാവിലക്കുമ്പിളിൽ പുഴുങ്ങിയ നെല്ലിൻ്റെ തവിടും കൊഴിച്ചു തിന്ന് ഈർക്കിരി കൊണ്ട് പല്ലിട കുത്തി തുടമേൽ കയ്യും തല്ലി ചിരിച്ചിളിച്ച് ഇന്ന് ഒന്നുണ്ടാക്കാൻ ഞാനെളുതല്ല, എന്നാൽ ഒന്നില്ലാതാക്കാൻ ഞാൻ മതി എന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ജ്യേഷ്ഠാഭഗവതി ആരും ഇതുവരെയും കയറി വരാത്ത തൻ്റെ ഭവനത്തിലേക്ക് ദേവേന്ദ്രൻ സഹായം അഭ്യർത്ഥിച്ച് വന്നത് കണ്ടപ്പോൾ സന്തോഷവതിയായി. ആഗമനോദ്ദേശം വെളിപ്പെടുത്തിയ ദേവരാജാവ് ചതിയിലൂടെയാണെങ്കിലും ജ്യേഷ്ഠാഭഗവതിയുടെ സഹായം ഉറപ്പുവരുത്തി. മുൻ നിശ്ചയപ്രകാരം 41 നാളിൽ വേദപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വെള്ളിവിളക്ക് എടുത്തു വെച്ച് കർപ്പൂരത്തിരിയിട്ട് പറവാദ്യം മുഴക്കി ശംഖ് വിളിച്ച് വേദപരീക്ഷയ്ക്കായി ദേവരാജാവ് ഇന്ദ്രനും ബ്രഹ്മചാരിയും സ്വർഗത്തിലെ സഭാമന്ദിരത്തിൽ ദേവകൾക്ക് മുന്നിൽ ഉപവിഷ്ടരായി. വേദപരീക്ഷയ്ക്കുള്ള സമയം ആഗതം. ദേവസദസ്സിനു മുന്നിൽ വെച്ച് ദേവേന്ദ്രൻ ഋഗ്വേദത്തിലുള്ള ചോദ്യങ്ങളോടെ വേദപരീക്ഷ ആരംഭിച്ചു. എന്നാൽ ഹരിഹരപുത്രൻ വാക്ചാതുര്യത്തോടെ ഋഗ്വേദം മുഴുവൻ വിസ്തരിച്ചു കേൾപ്പിച്ചു. ഇത് കേട്ട ദേവേന്ദ്രൻ്റെ ഉള്ളിൽ അല്പം ഭയം കടന്നുകൂടി. എന്നാൽ അതൊന്നും പുറത്തു കാട്ടാതെ യജുർവേദമെടുത്ത് വീണ്ടും ചോദ്യങ്ങൾ തുടർന്നു. എന്നാൽ ഋഗ്വേദം പോലെ തന്നെ യജുർവേദവും സാമവേദവും തനിക്ക് ഹൃദ്യസ്ഥമാണെന്ന് തെളിയിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിനായി കാത്തിരുന്നു. എന്നാൽ കുടിലബുദ്ധിക്കാരനായ ദേവരാജാവ് ഇന്ദ്രൻ നിത്യബ്രഹ്മചാരിക്ക് നിഷിദ്ധമായ കാമശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങളെ ഉന്നയിച്ചു. നിത്യബ്രഹ്മചാരിയായ തനിക്ക് നിഷിദ്ധമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഹരിഹരപുത്രൻ
3/4 നാഴിക സമയം ഇടവേളയായി നൽകണമെന്ന് ദേവേന്ദ്രനോട് ആവശ്യപ്പെട്ടു. സമയം അനുവദിച്ചു കിട്ടിയതോടെ സദസ്സിൽ നിന്നും പുറത്തിറങ്ങിയ ഹരിഹരപുത്രൻ തന്നെപ്പോലെ മറ്റൊരു സ്വരൂപത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഹരിഹരപുത്രൻ ആ സ്വരൂപത്തോടായി പറഞ്ഞു: വേദങ്ങളിൽ വിജയിച്ച് വേദശാസ്താവ് എന്ന പേരിൽ നീ അറിയപ്പെടും. അതിനായിക്കൊണ്ട് കാമശാസ്ത്രത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി ദേവലോകത്തിലെ ആവശ്യപ്പെടുന്നതെന്നും നൽകുന്ന കൽപ്പവൃക്ഷത്തെ വലം വെച്ച് തൊഴുത് ഭഗ്നീഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊള്ളുക. തുടർന്നുള്ള വേദപരീക്ഷയിൽ വിജയിച്ച് വരിക. ഭൂമിയിൽ വേദശാസ്താവ് എന്ന പേരിൽ ഭക്തിയോടും പുത്രനോടും ചേർന്ന് ഭക്തജനങ്ങൾ ആരാധിക്കപ്പെടും. അതുപ്രകാരം കൽപ്പവൃക്ഷത്തെ വലം വെച്ച് തൊഴുത് ആഗ്രഹം അറിയിച്ചു. അതുപ്രകാരം ദിവ്യപ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഒരു തരുണീമണി പ്രത്യക്ഷപ്പെട്ടു. പ്രഭ ചൊരിഞ്ഞു വന്നതിനാൽ പ്രഭാദേവി എന്ന് നാമകരണം ചെയ്തു. അവളിലൂടെ കാമശാസ്ത്രപരമായ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ദിവ്യഗർഭത്താൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. പുത്രന് സത്യകനെന്ന നാമകരണവും ചെയ്തു. തുടർന്ന് കാമശാസ്ത്രപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ദേവേന്ദ്രനെ പരാജയപ്പെടുത്തി. തുടർന്നുള്ള അഥർവവേദത്തിൽ നിന്നുള്ള വിസ്താരത്താൽ ശാസ്താവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ ദേവരാജാവ് ഇന്ദ്രൻ പരാജിതനായി. തുടർന്ന് ഇതിൻ്റെ ഉത്തരം നൽകണമെന്ന് ദേവരാജൻ ഇന്ദ്രൻ ശാസ്താവിനോട് പറഞ്ഞു. ചതിയിലൂടെയാണെങ്കിലും തനിക്ക് വിജയിക്കണമെന്ന് തീരുമാനിച്ച ദേവേന്ദ്രൻ ജ്യേഷ്ഠാഭഗവതിയോട് ആംഗ്യം കാണിച്ച ദേവേന്ദ്രൻ വിളക്കിലെ തിരി നീട്ടിയിടാൻ എന്ന വ്യാജേന അവിടെ ഒരു കരിനിഴൽ സൃഷ്ടിച്ചു. ജ്യേഷ്ഠാഭഗവതി ശാസ്താവിൻ്റെ നാവിൽ കയറിപ്പറ്റി. അന്നേരം വേദങ്ങൾ മറന്ന ശാസ്താവ് ഉത്തരം നൽകാനാവാതെ അന്ധകാരത്തിൽപ്പെട്ട പോലെയായി. പരാജയം സമ്മതിച്ച ശാസ്താവ് ദേവേന്ദ്രന് നൽകിയ വാക്കുപാലിക്കാനായി ഉള്ളംകൈയിൽ തുപ്പി സുരയും മാംസവുമാണെന്ന് കൽപ്പിച്ച് ഭുജിച്ച് ഭ്രഷ്ടനായി പോകാനൊരുങ്ങി നിന്ന നേരത്ത് വാദം കേൾക്കാനെത്തിയ ദേവമാതാക്കൾ ശാസ്താവിൻ്റെ കൈ തട്ടിമാറ്റി. ധർമ്മച്യുതി സംഭവിക്കുമായിരുന്ന ആ വലിയ വിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിച്ചു. ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ജ്യേഷ്ഠാഭഗവതിയാണ് തന്നെ ചതിച്ചത് എന്ന് മനസ്സിലാക്കിയ ശാസ്താവ് കോപം കൊണ്ട് ജ്വലിച്ചു. ആ കോപാഗ്നിയിൽ സ്വർഗലോകത്തിലെ സകലതും ആളിക്കത്താൻ തുടങ്ങി. ദേവേന്ദ്രൻ വരുണദേവനോടായി പറഞ്ഞു: ശക്തമായ മഴ പെയ്യിച്ച് അഗ്നിയെ ഇല്ലാതാക്കുക. തൽഫലമായി അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് കോപിച്ച ശാസ്താവ് പെയ്തിറങ്ങുന്ന ജലമെല്ലാം നെയ്യായി തീരട്ടെ എന്ന് കൽപ്പിച്ചു. തൽഫലമായി മഴവെള്ളമെല്ലാം നെയ്യായി മാറി നെയ്യും തീയും ചേർന്ന് അത്യുഗ്രമായ തീജ്വാലകളായി മാറാൻ തുടങ്ങി. സ്വർഗലോകം അസഹനീയമായ ചൂടേറ്റ് ദേവവാസികൾ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ ദേവരാജൻ ഇന്ദ്രൻ കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനോട് സഹായമഭ്യർത്ഥിച്ചു. ഒരു ബ്രഹ്മചാരി വന്ന് വേദപരീക്ഷണം നടത്തിയതും സ്വർഗലോകം ചുട്ടരിക്കുന്നതുമായ സംഭവങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു. ഇത് കേട്ട മഹാദേവൻ തൻ്റെ 12,000 ഭൂതഗണങ്ങളെ സ്വർഗലോകം രക്ഷിക്കാനായി പറഞ്ഞയച്ചു. പരമേശ്വരൻ്റെ ആജ്ഞ കേട്ട ഭൂതഗണങ്ങൾ ആർത്തട്ടഹസിച്ചുകൊണ്ട് ആർത്തിരമ്പി സ്വർഗലോകത്തിലേക്ക് യാത്രയായി. ഭൂതഗണങ്ങളെ അകലെ നിന്നും ദർശിച്ച ശാസ്താവ് വരുന്ന ഭൂതഗണങ്ങൾക്കെല്ലാം ഈ പ്രദേശം കൈലാസമായി തോന്നണമെന്നും താൻ ശ്രീ പരമേശ്വരനാണെന്ന് കരുതി തൻ്റെ ആജ്ഞയ്ക്കായി
കാത്തുനിൽക്കണമെന്നും മനസ്സാ ചിന്തിച്ചു. അതുപ്രകാരം അവിടെ വന്ന ഭൂതഗണങ്ങൾക്കെല്ലാം തങ്ങൾ വഴിതെറ്റി കൈലാസത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് കരുതി ശാസ്താവിനെ കണ്ട മാത്രയിൽ അത് ശ്രീപരമേശ്വരനാണെന്ന് തെറ്റിദ്ധരിക്കുവാനും ഇടയായി. അതിൻ പ്രകാരം ശ്രീപരമേശ്വരനായി തോന്നിയ ശാസ്താവിനോടൊപ്പം ചേർന്ന് ഭൂതഗണങ്ങളും അഗ്നി പകരാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ ദേവരാജൻ ഇന്ദ്രൻ വീണ്ടും കൈലാസപതിയുടെ അരികിലെത്തി നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ചു കേൾപ്പിച്ചു. താനയച്ച ഭൂതഗണങ്ങളെല്ലാം തന്നെ തൻ്റെ ഇംഗിതത്തിന് എതിരായി പ്രവർത്തിച്ച വിവരമറിഞ്ഞ കൈലാസപതി അത്ഭുതപരതന്ത്രനായി. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനായി ശ്രീപരമേശ്വരൻ സ്വർഗത്തിലേക്ക് തിരിച്ചു. തൻ്റെ പ്രിയപുത്രനായ ശ്രീധർമ്മശാസ്താവാണ് ദേവേന്ദ്രനോട് അപ്രിയപ്പെട്ട് സ്വർഗലോകം ചുട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പരമശിവൻ പുത്രന് സമീപമെത്തി കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാൻ നിത്യബ്രഹ്മചാരിയായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണെന്നും ബ്രഹ്മചാരിക്ക് നിഷിദ്ധമായ കാമശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങളെ ഉന്നയിച്ചതിനാൽ കാമശാസ്ത്രപരമായ കാര്യങ്ങളും തുടർന്നുള്ള വേദശാസ്ത്ര പരീക്ഷയിൽ വിജയിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിലകൊണ്ടത്. എന്നാൽ ഒരു തിരി നീക്കിയിടാനെന്ന വ്യാജേന അന്ധകാരം പരത്തി ജ്യേഷ്ഠാഭഗവതിയെ എൻ്റെ നാവിലേക്ക് ആനയിക്കുകയും ഉത്തരം നൽകാൻ പറ്റാതെ പരാജിതനാവുകയും ചെയ്ത് തോൽവി സമ്മതിച്ച എനിക്ക് ദേവമാതാക്കൾ സത്യം വെളിപ്പെടുത്തി തന്നത് മൂലമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ചതിയനായ ദേവേന്ദ്രൻ തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചാൽ മാത്രമേ തൻ്റെ കോപം ശമിക്കുകയുള്ളൂ എന്ന് ശാസ്താവ് ശ്രീപരമേശ്വരനെ അറിയിച്ചു. അതുപ്രകാരം ദേവേന്ദ്രൻ 21 തവണ വലം വെച്ച് മാപ്പപേക്ഷിച്ച് ശാസ്താവിൻ്റെ കോപാഗ്നിയിൽ നിന്നും സ്വർഗലോകത്തെ രക്ഷിച്ചു. തുടർന്ന് ശ്രീപരമേശ്വരൻ ശാസ്താവിനെ സർവവിദ്യാ വിശാരദനായി പ്രഖ്യാപിക്കുകയും ദിവ്യായുധങ്ങൾ നൽകുകയും സൂര്യദേവനിൽ നിന്നും ഇഷ്ടമുള്ള ഒരു കുതിരയെ വാഹനമായി എടുത്തുകൊള്ളാൻ കൽപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് സൂര്യഭഗവാന്റെ സന്നിധിയിലെത്തിയ ശാസ്താവിനോട് തനിക്ക് പ്രിയപ്പെട്ട കൃഷ്ണകുതിരയെ ഒഴികെ ഏത് കുതിരയെ വേണമെങ്കിലും എടുക്കാമെന്ന് സൂര്യദേവൻ പറഞ്ഞു. എന്നാൽ തനിക്ക് ആ കൃഷ്ണകുതിരയെ മാത്രമേ വേണ്ടൂ എന്ന് ശാസ്താവ് നിർബന്ധം പിടിച്ചു. എന്നാൽ തൻ്റെ പുത്രനായ ശനിയെ കൂട്ടുകയാണെങ്കിൽ കൃഷ്ണകുതിരയെ നൽകാമെന്ന് സൂര്യദേവൻ സമ്മതിച്ചു. ഇത് കേട്ട ശാസ്താവ് സന്തോഷപൂർവം ശനിയെ സ്വീകരിച്ചു. കൃഷ്ണകുതിരയെ വാഹനമാക്കിയ ശാസ്താവ് ശനിയോടും പത്നി പ്രഭാദേവിയോടും സത്യകനെന്ന പുത്രനോടും കൂടി ഭൂമിയിലേക്ക് യാത്രയായി. ഭൂമിയിൽ വേദശാസ്താവ് എന്ന പേരിൽ ഈ ദേവൻ അറിയപ്പെട്ടു. കാലക്രമത്തിൽ വെറും ശാസ്താവായി മാറുകയും ശാസ്താവ് എന്ന നാമങ്ങളിൽ അറിയപ്പെടുകയും ചെയ്തു. തിരുവുള്ളക്കാവ്, തൃക്കുന്നപ്പുഴ, ചമ്രവട്ടം, തകഴി, ശാസ്താംകോട്ട തുടങ്ങിയ എണ്ണമറ്റ ക്ഷേത്രങ്ങളിൽ പ്രഭാദേവി എന്ന ഭാര്യയോടും സത്യകൻ എന്ന പുത്രനോടും കൂടിയുള്ളതാണ് പ്രതിഷ്ഠകൾ. 3 ശിവലിംഗ രൂപത്തിലുള്ള പത്നിപുത്രസ്വരൂപത്തിലാണ് പ്രതിഷ്ഠകൾ. പ്രഭാദേവി ലോപിച്ച് പ്രഭയായി സങ്കല്പിച്ചുകൊണ്ടാണ് ധ്യാനമന്ത്രങ്ങളെല്ലാം രൂപീകൃതമായിട്ടുള്ളത്. പത്നിപുത്ര സമേതനായ ശാസ്താവിൻ്റെ ധ്യാനമന്ത്രം: സിക്താരാളവിസാരികുന്തളഭരം സിംഹാസനാദ്യാസിനം സ്വർജത്പത്ര സുകുനുപ്ത കുണ്ഡലമധ്യേ ശിശ്വാസാമൃതോദയം
നീലക്ഷൗമോസം നവീന ജലദശ്യാമം പ്രഭാസത്യക സ്വയത് പാർശ്വയുഗം സുരക്തസകലാകൽപ്പം സ്മരേതാര്യകം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് വിശദീകരിക്കാൻ പോകുന്നത്. മിനിപ്പും ചുരുണ്ടതും ഇടതൂർന്നതുമായ കേശഭാരത്തോടും പനച്ചിമരത്തിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ കുണ്ടലത്തോടും കൂടിയവനും അസ്ത്രവും വില്ലും ധരിച്ച് 2 കൈകളോടു കൂടിയവനും നീലപ്പട്ടുടുത്തവനും മേഘം പോലെ ശ്യാമവർണ്ണനും ഇടത്ത് പ്രഭ എന്ന ഭാര്യയോടും വലത്ത് സത്യകൻ എന്ന പുത്രനോടും കൂടിയിരിക്കുന്നവനും ചുവന്ന സർവാലങ്കാരങ്ങളോടു കൂടിയവനുമായ സിംഹാസനത്തിലിരിക്കുന്ന ശാസ്താവിനെ സ്മരിക്കണം. ഈ ശ്ലോകത്തിൽ പ്രഭയാകുന്ന ഭാര്യയോടും സത്യകനാകുന്ന പുത്രനോടും കൂടിയാണ് ശാസ്താവിനെ പൂജിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ വേദശാസ്താവായും ശക്തീശ്വര ശാസ്താവായും സങ്കല്പിച്ചുകൊണ്ടാണ് ആരാധന ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.